വാർത്താസന്ധിയിലേക്ക് വിശദമായി കിടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ഹരികുമാറിനെ വീട്ടിലെത്തിച്ചപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. അതിന്റെ തത്സമയ വിവരങ്ങളുമായി MG പ്രതീഷ് സംഭവ സ്ഥലത്ത് നിന്നും ചേരും. പ്രതീഷ്, ഇപ്പോൾ ഈ ഹരികുമാറിനെ ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. അവിടെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പോലീസ്. കാരണം ഹരികുമാറിനെതിരെ പ്രദേശവാസികളുടെയും അയൽക്കാരുടെയും ഒക്കെ പ്രതികരണം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അവർ ആക്രമിക്കാൻ മുതിർന്നേക്കാം. ഇതൊക്കെ മുൻനിർത്തിയാണ് ഇപ്പോൾ പോലീസ് ശക്തമായ സുരക്ഷ അവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? പ്രജിൻ, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു എന്നതായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ ഈ വൈദ്യപരിശോധനയ്ക്ക് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ ഈ സംഭവം നടന്ന വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. ഈ വീട്ടിലാണ് പ്രതി എത്തിച്ച തെളിവെടുപ്പ് നടത്തിയത്. ഈ സംഭവം നടന്ന മുറിയിലും ഒപ്പം ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ ആ ഒരു സ്ഥലത്തും പ്രതിയെ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിന് ഇതിനുശേഷം ഈ നെയ്യാറ്റിൻകര ഈ ആശുപത്രിയിലേക്കായിരിക്കും പ്രതിയെ കൊണ്ടുപോകുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നത്. നിലവിൽ കോടതി സമയം കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ എത്തിക്കും, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഔദ്യോഗിക വസതിയിൽ എത്തിക്കുമെന്നതാണ് പോലീസ് നിലവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് പോലീസിന് മുന്നിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ശേഷം കസ്റ്റഡി അപേക്ഷ നൽകുകയും ഈ തെളിവെടുപ്പ് നടത്തുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. പോലീസിന് പ്രധാനമായും ഈ കുഴപ്പിക്കുന്ന പല പ്രതികരണങ്ങളും പ്രതി ഹരികുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ഹരികുമാർ പലപ്പോഴും മൊഴികൾ മാറ്റി പറയുന്നു എന്നതാണ് പോലീസ് പറയുന്ന കാര്യം. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണമായി ഇന്ന് പോലീസിനോട് പ്രതി പറഞ്ഞത് ഒരു ഉൾവിളി തനിക്ക് ഉണ്ടായി എന്നതാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നു എന്നുള്ളൊരു മൊഴി പോലീസിനോട് പ്രതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ കൃത്യമായൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഈ മൊഴികളിലൊന്നും തന്നെ എത്തിയിട്ടില്ല. കാരണം ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സാഹചര്യ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. സാങ്കേതിക തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുക. ഈ പ്രതിയെ കൊന്നത് ഈ അമ്മാവൻ ഹരികുമാർ ആണ് എന്ന് ഈ പോലീസിന് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്തിനെ കൊന്നു എന്നുള്ള ഒരു ഉത്തരമാണ് പോലീസിന് ഇതുവരെയും ലഭിക്കാത്തത്. ആ ഉത്തരത്തിലേക്ക് എത്താനാണ് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ ഈ കേസിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഈ ഹരികുമാർ എന്ന് പറയുന്ന കുഞ്ഞിന്റെ അനന്തരവൻ അമ്മാവൻ ഈ രീതിയിൽ പറയുന്നു, താനാണ് കൊലപ്പെടുത്തുന്നത് പറയുന്നത്. അതേസമയം തന്നെ SP പറഞ്ഞത് ഇയാൾക്ക് അടുത്ത മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കൊലപാതകം സ്ഥിരീകരിക്കുന്നത് പോലീസ്? മറ്റൊന്ന്, ഈ പൂജാരിയുടെ ഇതിലുള്ള ഇടപെടലാണ്. അതെന്താണ്? ഈ കുടുംബവുമായി ഉള്ള ബന്ധം, അതിൽ ഈ കൊലപാതകത്തിലേക്ക് നയിക്കാൻ തക്ക കാര്യങ്ങൾ ഈ പൂജാരിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിലൊക്കെ പോലീസ് ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ വരുത്തുന്നുണ്ടോ? MG പ്രതീഷിലേക്ക് എത്താം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായൊരു നീക്കമാണ് ഈ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഹരികുമാറിനെ സംശയം നിഴലിലുള്ള ഹരികുമാറിനെ ഏതാണ്ട് കൊലപാതകം നടത്തിയത് ഹരികുമാർ എന്ന് ഉറപ്പിക്കുന്നു പോലീസ് ഈ മണിക്കൂറിൽ. അതിന്റെ ഭാഗമായി ഇപ്പോൾ തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ച ശേഷം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു. മാജിസ്ട്രേറ്റ് മുന്നിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. ദേവേന്ദുവിനെ കൊലപ്പെടുത്തത് ഉൾവിളി കൊണ്ടാണ് എന്ന വിചിത്ര മൊഴിയാണ് ഇപ്പോൾ പ്രതി ഹരികുമാർ നടത്തിയിരിക്കുന്നത്. അടിക്കടി മൊഴി മാറ്റുന്ന പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നതുകൊണ്ട് തന്നെ പോലീസ് പറയുന്നു. പ്രതി ഹരികുമാർ ഈ കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലമുള്ള ആളും കൂടിയാണ്. 5 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റുള്ള ആളാണ്. കുറച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയണതല്ല കുറച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ.
കേസിൽ ഹരികുമാറും കുഞ്ഞിന്റെ മാതാവ് ശ്രീതുവുമായി അടുപ്പമുള്ള പൂജാരി പ്രദീപ് എന്നയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഹരികുമാറിനെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. സലീം മാലിക് തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, ഒരു നിർണായക നീക്കം പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ നടത്തി. പക്ഷേ ഇത് ചേർത്ത് വെക്കാൻ ഒരുപാട് കണ്ണികൾ ഇനിയുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊലപാതകം എന്തിനു നടത്തി എന്നതിൽ കൃത്യമായൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ കാരണം പോലീസ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. താനാണ് കൊലപ്പെടുത്തത് എന്ന് ഹരികുമാർ സമ്മതിക്കുന്നുണ്ട്. അപ്പോഴും പോലീസ് പറയുന്നു ഇയാൾക്ക് കടുത്ത മാനസിക പ്രശ്നങ്ങളുണ്ട്, ചികിത്സയിലാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ടെന്ന് പറയുന്നു. അപ്പോൾ വ്യക്തതയില്ലാത്ത രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഘട്ടത്തിൽ പോലീസ് നൽകുന്നത്. കൊലപാതകം നടത്തിയത് താനാണ് എന്ന് പറഞ്ഞതിൽ വിശ്വസിക്കുകയാണ് പോലീസ്. അതിന് കൃത്യമായ തെളിവുകൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട ലീഡ്? പ്രജിൻ, ഈ കേസിൽ ഇന്നലെ മുതൽ ഇന്നലെ ഈ സമയത്തൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബാലരാമപുരം പോലീസ് ഈ കേസിൽ കാണിച്ച മിടുക്കിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇരുട്ടിൽ തപ്പിയ പോലീസിനെ കുറിച്ചാണ്. കാരണം ഇന്നലെ ഉണ്ടായ മിടുക്ക് ഇന്നത്തെ അന്വേഷണത്തിൽ കാണാനില്ല. മാത്രമല്ല, കഴിഞ്ഞ 36 മണിക്കൂറായി പ്രതി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ 36 മണിക്കൂറായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കുട്ടിയുടെ ബന്ധുക്കളെ ഓരോരുത്തരെയും പോലീസിന് മൊഴിയെടുക്കാനൊക്കെ ഉണ്ടായിട്ടും അതിനുശേഷവും വ്യക്തമായൊരു മറുപടി കിട്ടുന്നില്ല പോലീസിന്. മാത്രമല്ല, ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നു. എന്തിന് കൊലപാതകം നടത്തി എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം പോലീസിന് നൽകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നങ്ങ് പറയുകയാണ്. മാത്രമല്ല, അത് മാനസികാസ്വാസ്ഥ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഇനി പരിശോധിക്കുമെന്നാണ് പറയുന്നത്. 36 മണിക്കൂറായിട്ടും അത് പരിശോധിക്കാൻ സമയമായിട്ടില്ല. അതേസമയം പിന്നെ എങ്ങനെ മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു 6 വർഷമായി ചികിത്സയിലാണെന്ന് പറയുന്നു. മാത്രമല്ല, പ്രതി മാനസികാസ്വാസ്ഥ്യവും ഇപ്പോൾ പറയുന്നതല്ല, മൊഴി മാറ്റി മാറ്റി പറയുന്നു പോലീസിനോട് എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കാണിച്ച മിടുക്ക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോഴും ഇനി ഉത്തരം കിട്ടാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനു കൊന്നു എന്നുള്ളത് തന്നെയാണ്. എന്തിന് കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ ഇന്നലെ പറഞ്ഞിരുന്നത് ഈ കുട്ടിയുടെ മാതാവ് ശ്രീതുവുമായി ചില പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നുവെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് അപ്പാടെ തിരുത്തുകയാണ്. മാത്രമല്ല, ഒരു വിചിത്രമായ മൊഴിയാണ് പറയുന്നത്. കൊല്ലാൻ തോന്നി അപ്പോൾ താൻ കൊന്നു എന്നുള്ളതാണ്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കാനായി, ഇന്നലെ വൈദ്യപരിശോധനയ്ക്കായി ഇവിടെ നിന്നും പ്രതിയെ ഇറക്കിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരയുന്ന ഈ പ്രതിയെ ഹരികുമാറിനെയാണ് കണ്ടതെങ്കിൽ ഇന്ന് അങ്ങനെയായിരുന്നില്ല. ഇന്ന് നിർവികാരനായിരുന്നു ഹരികുമാർ എന്നുള്ളതും നമ്മൾ കാണണം. അങ്ങനെ ഈ പ്രതിയുടെ മാനസിക പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ മാനസികാസ്വാസ്ഥ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതിൽ പോലീസിനൊരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേസമയം റൂറൽ SP നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഏകദേശം ഒരു പകൽ മുഴുവൻ ചോദ്യം ചെയ്തിട്ടാണ് ഇപ്പോഴും ഈ ഉത്തരം എങ്ങും എത്തിയിട്ടില്ല എന്ന് അതേ റൂറൽ SP പറയുന്നത് എന്നുള്ളതിലാണ് പ്രശ്നം. കാരണം ഈ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളൊക്കെ റിട്രീവ് ചെയ്യണം, അതിന് ശാസ്ത്രീയ പരിശോധനകൾ വേണം എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ഒറ്റ പ്രതിയെ മാത്രമാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം മറ്റുള്ളവർക്ക് എല്ലാവരും ഇപ്പോഴും സംശയത്തിന്റെ കണ്ണിലാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഇവർക്ക് ബന്ധമുള്ള ഈ സഹോദരനും ഒപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മയ്ക്കും ബന്ധമുള്ള ജോത്സ്യനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൊലപാതകത്തിലേക്ക് നയിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ എലമെന്റുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് പറയുന്നു. പോലീസിന് വരും ദിവസങ്ങളിൽ ഈ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമുള്ള തെളിവെടുപ്പിലാവും ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുക. പ്രജിൻ, സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹരികുമാർ പറയുന്നു ഞാനാണ് കുഞ്ഞിനെ കൊന്നതെന്ന്. പക്ഷേ ആ മൊഴിയിൽ മാത്രം ഈ കൊലപാതകം ആ രീതിയിൽ സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിയില്ല. ശാസ്ത്രീയമായ രീതിയിൽ അത് തെളിയിക്കേണ്ടതുണ്ട്. അതായിരിക്കും ഇന്നും നാളെയൊക്കെയായി ഒരുപക്ഷെ മജിസ്ട്രേറ്റ് മുന്നിൽ നിന്നും കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ പോലീസ് നടത്തുക. നിലവിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് കൊലപാതകത്തിന് നയിച്ചത് കാരണം പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സലീം മാലിക്കും ഒപ്പം വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്. മറ്റു വാർത്തകളിലേക്ക്. കേന്ദ്ര ബജറ്റ് നാളെ. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. അടുത്ത സാമ്പത്തിക വർഷം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ വർധനയുണ്ടാകുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിൽ പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സുസ്ഥിര വികസന ലക്ഷ്യം നടപ്പാക്കുന്നതിൽ കേരളത്തെ റിപ്പോർട്ടിൽ അഭിനന്ദിക്കുന്നുമുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് നിർമ്മലാ സീതാരാമൻ നാളെ അവതരിപ്പിക്കും. രാജ്യത്തെ കാർഷിക വ്യാവസായിക മേഖലകൾ ഉൾപ്പെടെ എല്ലാ മേഖലകളും മികച്ച പ്രകടനമാണ് നടത്തുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡിന് മുൻപുള്ള വർഷങ്ങളെക്കാൾ മികച്ച സ്ഥിതിയിലാണ് രാജ്യത്തെ വ്യാവസായിക മേഖലയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാജ്യത്തെ കാർഷിക മേഖല 3.8%, വ്യാവസായിക മേഖല 6.2%, സേവന മേഖല 7.2% വളരുമെന്നാണ് പ്രവചനം. 2025-26 സാമ്പത്തിക വർഷത്തിൽ
രാജ്യത്തിന്റെ GDP 6.3% മുതൽ 6.8% വരെ വളരുമെന്ന് സാമ്പത്തിക സർവേ സൂചിപ്പിക്കുന്നു. രാജ്യത്ത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഏപ്രിൽ-നവംബർ കാലയളവിൽ 17.9% വർദ്ധിച്ചതായും ബാങ്കുകളുടെ കിട്ടാക്കടം 2.6%-ആയി താഴ്ന്നതായും സാമ്പത്തിക സർവേ റിപ്പോർട്ടിലുണ്ട്. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരന്റെ നേതൃത്വത്തിലാണ് സാമ്പത്തിക സർവേ തയ്യാറാക്കിയത്. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അവതരിപ്പിച്ച ബജറ്റിന് മുന്നോടിയായി 2024 ജൂലൈ 22-നാണ് കഴിഞ്ഞ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. അതിനുശേഷം 6 മാസത്തിനകമാണ് പുതിയ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പുറത്തുവരുന്നത്. 24 ഡൽഹി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മധ്യവർഗത്തിന് ഊന്നൽ നൽകിയുള്ള ബജറ്റാകുമെന്ന സൂചനയാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. പൊള്ളയായ വാഗ്ദാനങ്ങൾ ആവർത്തിക്കപ്പെടുകയാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. രാജ്യം വികസന പാതയിലാണെന്നും 3 ഇരട്ടി വേഗത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി. കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി എണ്ണിപ്പറഞ്ഞു. വളരെ വേഗത്തിൽ രാജ്യം 3ാമത്തെ സമ്പദ്വ്യവസ്ഥയായി മാറും. ബുധനാഴ്ച ഡൽഹി പോളിംഗ് ബൂത്തിലെത്താനിരിക്കെ മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുള്ള ബജറ്റായിരിക്കും നാളെ അവതരിപ്പിക്കുക എന്ന സൂചനയാണ് നയപ്രഖ്യാപന പ്രസംഗം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകും. और नीतियों को असाधारण गति से लागू होते देख रहा है और इन निर्णयों में देश की गरीब, मध्यम वर्ग, युवा, महिलाओं, किसानों को सर्वोच्च प्राथमिकता मिली. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബജറ്റ് മധ്യവർഗത്തെ ഊന്നിയായിരിക്കുമെന്ന സൂചനയാണ് നൽകിയത്. ये बजट एक नया विश्वास पैदा करेगा, नई ऊर्जा देगा कि देश के हर गरीब एवं मध्यम वर्ग समुदाय पर मां लक्ष्मी की विशेष कृपा रहे. നയപ്രഖ്യാപന പ്രസംഗത്തെ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. പൊള്ളയായ വാഗ്ദാനങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അനുശോചനമറിയിച്ച് ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 ഡൽഹി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ സോണിയാഗാന്ധിയുടെ പ്രതികരണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. പാവം സ്ത്രീ വായിച്ചു തീർന്നപ്പോഴേക്കും തളർന്നു എന്ന പരാമർശത്തിൽ രാഷ്ട്രപതി ഭവൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. പിന്നാക്ക വിഭാഗങ്ങളെ സോണിയാഗാന്ധി അപമാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. സോണിയാഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നാണ് വിവാദത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിശദീകരണം. No, the poor lady, the president was getting very tired by the end. Repeating the same thing again No, and she again. could hardly speak, poor thing. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പാർലമെന്റിന് പുറത്ത് സോണിയാഗാന്ധി നടത്തിയ പ്രതികരണമാണ് വിവാദങ്ങൾക്കിടയാക്കിയത്. പിന്നാലെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി രാഷ്ട്രപതി ഭവന്റെ അസാധാരണ വാർത്താക്കുറിപ്പ്. രാഷ്ട്രപതിയുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന പ്രസ്താവന അംഗീകരിക്കാനാകില്ലെന്ന പ്രതികരണം. രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തെയാണ് സോണിയാഗാന്ധി അപമാനിച്ചതെന്ന് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. कांग्रेस का शाही परिवार उनके अपमान पर उतर आया है. शाही परिवार के एक सदस्य ने कहा कि आदिवासी बेटी ने बोरिंग भाषण दिया. സോണിയാഗാന്ധി അപമാനിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി പ്രിയങ്ക ഗാന്ധി രംഗത്ത്. വാക്കുകൾ വളച്ചൊടിച്ചെന്നും രാഷ്ട്രപതിയോട് ബഹുമാനമേയുള്ളൂ എന്നും പ്രിയങ്ക. And I think it's very unfortunate that this kind of thing is twisted by the media. They are both respected people. They are older than us. They are a certain age now, and it's pretty clear that she means no disrespect. സോണിയാഗാന്ധിയുടെ പ്രസ്താവന വരണ്യ മനോഭാവത്തിൽ നിന്നെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കുറ്റപ്പെടുത്തി. ബജറ്റ് സമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ പരാമർശം ഇരുസഭകളിലും വിവാദങ്ങൾക്കിടയാക്കുമെന്ന് ഉറപ്പ്. 24 ഡൽഹി. വെൽക്കം ബാക്ക്. വാർത്താ സന്ധ്യ തുടരുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. മദ്യനിർമ്മാണശാല പദ്ധതി വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ CPI ദേശീയ നിർവാഹക സമിതിയിലും വിമർശനം. ഇടതുമൂല്യങ്ങളിൽ നിന്ന് തുടർച്ചയായി വ്യതിചലിക്കുന്നതിന്റെ തെളിവാണ് പദ്ധതി അനുമതിയെന്ന് K പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാർ ഇടതുമൂല്യങ്ങളിൽ നിന്ന് വഴിമാറുന്നുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശിച്ചു. 24 എക്സ്ക്ലൂസീവ്. ഇന്ന് വിശാഖപട്ടണത്ത് സമാപിച്ച CPI ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സംസ്ഥാനത്ത് മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയത് വിമർശിക്കപ്പെട്ടത്. കേരളത്തിൽ നിന്നുള്ള ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബുവാണ് മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതിനെ വിമർശിച്ചത്.
LDF സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും പലപ്പോഴും ഇടതു മൂല്യങ്ങളെന്ന് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വിവാദ മന്ത്രിനിർമ്മാണ പ്ലാൻ അനുമതിയെന്ന് കെ പ്രകാശ് ബാബു വിമർശിച്ചു. സംസ്ഥാന സർക്കാർ ഇടതു നയത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്നതായി കേരളത്തിൽ നിന്നുള്ള മറ്റൊരു ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ KP രാജേന്ദ്രനും വിമർശിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കാത്ത പരാമർശിച്ചുകൊണ്ടാണ് KP രാജേന്ദ്രൻ സർക്കാരിൽ നയവ്യതിയാനം ആരോപിച്ചത്. സംസ്ഥാന സർക്കാർ ഇടതു മൂല്യങ്ങളിൽ നിന്ന് മാറി നടക്കുന്നുണ്ടെന്ന വിമർശനം സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വവും ദേശീയ എക്സിക്യൂട്ടീവിൽ ഉന്നയിച്ചു. എന്നാൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ജനറൽ സെക്രട്ടറി D രാജ ഇക്കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് നയവ്യതിയാനമുണ്ടെന്ന വിമർശനം ചർച്ചയിൽ ഒതുങ്ങി. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. എറണാകുളം ചോറ്റാനിക്കരയിൽ റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് നേരിട്ടത് കൊടും ക്രൂരത. ക്ലോസറ്റിൽ മിഹിറിന്റെ തല താഴ്ത്തി ഫ്ലഷ് ചെയ്തെന്നും നിറത്തെ പോലും പരിഹസിച്ചുവെന്നും മാതൃ സഹോദരൻ മുഹമ്മദ് ഷെരീഫ് 24നോട് വെളിപ്പെടുത്തി. സംഭവത്തിൽ സമഗ്രാന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നിർദ്ദേശം നൽകി. എന്നാൽ തെളിവുകൾ ലഭിക്കാതെ ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കില്ലെന്നാണ് സ്കൂളിന്റെ പ്രതികരണം. സമാനതകളില്ലാത്ത റാഗിങ്ങിന് മിഹിർ അഹമ്മദ് ഇരയായെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം. സ്കൂളിലും സ്കൂൾ ബസ്സിലും സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. വാഷ്റൂമിലെത്തിച്ച ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തി ഫ്ലഷ് ചെയ്തു. നിറത്തിന്റെ പേരിൽ പരിഹസിച്ചെന്നും സ്കൂളിൽ പരാതിപ്പെട്ടപ്പോൾ ഗൗരവത്തിലെടുത്തില്ലെന്നും മിഹിറിന്റെ മാതൃ സഹോദരൻ മുഹമ്മദ് ഷെരീഫ് 24നോട്. അവനെ ഫോഴ്സ്ഫുള്ളി ടോയ്ലറ്റിൽ കൊണ്ടുപോയി ടോയ്ലറ്റ് സീറ്റിൽ കേൾപ്പിച്ചു. അതേപോലെ ക്ലോസറ്റിൻ്റെ ഉള്ളിലേക്ക് തല ഇട്ടിട്ട് ഫ്ലഷ് ചെയ്തു, ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്നുള്ളതൊക്കെ. അത് മാത്രമല്ല, അവൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ട് അതിനുശേഷം അതൊരു ഫണ്ണായിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അവൻ്റെ മരണവാർത്ത അവൻ്റെ സ്കിൻ ടോണിനെ പോലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നമ്മളെ മോനുണ്ടായി, അവൻ പോയി. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വേറൊരു കുട്ടിക്ക് ഉണ്ടായിക്കൂടാ, ഇനി അങ്ങോട്ട് ഉണ്ടായിക്കൂടാ. അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ആരോപണങ്ങൾ ഗ്ലോബൽ സ്കൂൾ അധികൃതർ നിഷേധിച്ചു. കുടുംബം സ്കൂളിൽ പരാതി നൽകിയിട്ടില്ല. റാഗിംഗ് നടന്നതായി അറിവില്ല. പോലീസ് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും സ്കൂൾ മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പോലീസ് മേധാവിക്ക് മാതാവ് നൽകിയ പരാതിയിൽ തൃക്കാക്കര ACP അന്വേഷണം ആരംഭിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. 24, കൊച്ചി. എറണാകുളം ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ച പോക്സോ അതിജീവിതയ്ക്ക് ദാരുണാന്ത്യം. അതീവ ഗുരുതരാവസ്ഥയിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് 19-കാരിയുടെ മരണം. ആൺ സുഹൃത്ത് അനൂപിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തും. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് സംസ്കാരം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആൺ സുഹൃത്ത് അനൂപിന്റെ അതിക്രൂരമർദ്ദനത്തിന് 19-കാരി ഇരയായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. തലച്ചോറിന്റെ പ്രവർത്തനം 50% നിലച്ചിരുന്നു. ഇന്നുച്ചയ്ക്ക് 2:15 മരണം സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം അനൂപിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. നരഹത്യാ കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. അത് പോസ്റ്റ്മോർട്ടത്തിന് ബേസ് ചെയ്ത് മാത്രം, ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ഡിപെൻഡ് ചെയ്ത് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നാളെയാണ് പോസ്റ്റ്മോർട്ടം. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശി അനൂപുമായി പെൺകുട്ടി 1 വർഷമായി സൗഹൃദത്തിലായിരുന്നു. പെൺകുട്ടിക്ക് വേറെ സൗഹൃദമുണ്ടോ എന്ന സംശയത്താലാണ് അനൂപ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നു. പ്രതി അനൂപ് നിലവിൽ റിമാൻഡിലാണ്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 24, കൊച്ചി. നാളെ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് നൽകാൻ കേന്ദ്രം ചെയ്യേണ്ടത് എന്തെല്ലാമെന്നറിയാൻ സർവേ നടത്തിയ സതേൺ ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. സർവേയിലൂടെ ലഭിച്ച നിർദ്ദേശങ്ങൾ കേരളത്തിലെ പ്രമുഖ വ്യവസായികളും വ്യാപാരികളും രാഷ്ട്രീയ നേതാക്കളും പങ്കുവച്ചു. ഫുഡ് പ്രോസസിംഗ് വ്യവസായത്തിന്റെ GST 5% കുറയ്ക്കണമെന്ന് ലാസ ഐസ്ക്രീംസ് ഡയറക്ടർ ജോൺ സൈമൺ ആവശ്യപ്പെട്ടു. വിമാന ഇന്ധന നികുതി നിരക്കുകൾ കുറയ്ക്കുന്നത് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാവുമെന്ന് അബാദ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് അഹമ്മദ് പറഞ്ഞു. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്.